ഈ സർസംഘചാലകർ പറയുന്ന അഭിപ്രായങ്ങൾ സ്വാഭാവികമായും ദേശസുരക്ഷയ്ക്ക് നല്ലതാണെങ്കിൽ എന്തുകൊണ്ടാണ് അത് ഉൾക്കൊണ്ടുകൂടാത്തത്? പിണറായി വിജയനായാലും അത് കോൺഗ്രസിന്റെ നേതാവായാലും രാജ്യത്തിന് അനുകൂലമായി, രാഷ്ട്രത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുകൂലമായി പറഞ്ഞാൽ അതിനെ ഉൾക്കൊള്ളണം എന്നുള്ള രാഷ്ട്രീയമാണ് ഭാരതീയ ജനതാ പാർട്ടി. എന്താണ് ഒരു സർക്കാർ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്തൊക്കെയാണ് എസെൻഷ്യലായിട്ട് വേണ്ടത്, അതറിയണമെങ്കിൽ സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ ഒരു സ്ഥിതി വിവര കണക്ക് ഗവൺമെന്റിന്റെ കയ്യിൽ ഉണ്ടാവണം. അപ്പോൾ സ്വാഭാവികമായും RSSന്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞതുപോലെ ഇത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുടെ, അവിടുത്തെ ജനങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് കേൾക്കുന്നതാണ്. സെൻസസ് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഓരോ ചെറിയ ഇഷ്യൂവിനെയും അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കണക്കെടുപ്പാണ്. രാജ്യസുരക്ഷ എന്ന് പറയുന്നത് കേവലമായ രാഷ്ട്രീയ പ്രവർത്തനമല്ല. ഭവന നിർമ്മാണ പദ്ധതി പ്രഖ്യാപിക്കുന്നു, പക്ഷെ ഒരു വാർഡിലേക്ക് അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് പ്രഖ്യാപിക്കുന്നതിന് ഒരു പരിമിതിയുണ്ട്. ഇപ്പോൾ പിണറായി വിജയൻ രാജ്യത്തിന് പോസിറ്റീവായ ഒരു കാര്യം പറഞ്ഞാൽ CPM ആയതുകൊണ്ട് അത് എടുക്കാതിരിക്കണം എന്നുള്ള നിലപാട് ഞങ്ങൾക്കില്ല. രാജ്യസുരക്ഷ എന്ന് പറയുന്നത് ഞാനും നിങ്ങളും പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ പാർട്ടിയിലെ അംഗങ്ങളും ഒക്കെ ഉൾപ്പെടുന്നതാണ് രാഷ്ട്രം. ഇത് ഇന്ന് നമ്മൾ 2026 നിൽക്കുമ്പോൾ അന്ന് RSS പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന് സ്റ്റേറ്റ് ചെയ്യപ്പെടുകയാണ്. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഒരു ഫേസ്ബുക്ക് കുറിപ്പുമായി രംഗത്ത് വന്നിരുന്നു. ആ കുറിപ്പ് ഇങ്ങനെയാണ്: ദേശീയ സുരക്ഷയുടെ മറപിടിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രൂപീകരിച്ചിട്ടുള്ള ജനസംഖ്യാ വ്യതിയാന സമിതി രാജ്യത്തെ സെൻസസ് നടപടികളെ അട്ടിമറിക്കാനും ജനങ്ങൾക്കിടയിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുമുള്ള രാഷ്ട്രീയ നീക്കമാണ് നടത്തുന്നത് എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഏറെ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. ഇത്തരത്തിലൊരു പരാമർശം നടത്തുവാനുള്ള ആശങ്ക എന്താണ് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറുനാടിനോട് പ്രതികരിക്കുകയാണ് യുവമോർച്ചയുടെ സംസ്ഥാന നേതാവായ നന്ദു. അല്ല, സെൻസസ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ പൗരന്മാരുടെ സ്ഥിരവിവര കണക്ക് എന്നുള്ളതാണ്, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പിക്ചർ. രാജ്യത്തിന് പുതുതായി ഇനി എന്തൊക്കെയാണ് രൂപപ്പെടുത്തേണ്ടത്, രാജ്യത്തിൻ്റെ ജനസംഖ്യ അടിസ്ഥാന രാജ്യം എവിടെ നിൽക്കുന്നു, ആ രാജ്യത്തിൻ്റെ ഓരോ മേഖലകളിലെയും, അതായത് ഇപ്പോൾ വിദ്യാഭ്യാസപരമായി, എക്കണോമിക്കലി, അങ്ങനെ ഓരോ ഘട്ടത്തിലും രാജ്യത്തെ ജനങ്ങൾ ഏത് നിലവാരത്തിൽ നിൽക്കുന്നു. അപ്പോൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് ഒരു ഗവൺമെൻറ്റിന് എസെൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ വിദ്യാഭ്യാസ നിലവാരം കുറഞ്ഞൊരു മേഖല അല്ലെങ്കിൽ ഒരു വിഭാഗം ഉണ്ട് എന്ന് കാണുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ വിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയ പ്രോജക്റ്റ് സർക്കാർ അവതരിപ്പിക്കണം. ആ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ആ പ്രോജക്റ്റ് വഴി ഒരുപാട് പേരെ ആ മേഖലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക. അതുപോലെ ഇപ്പോൾ നമുക്കതിനകത്ത് വേണമെങ്കിൽ ആരോഗ്യരംഗത്ത് ഇപ്പോൾ ചില പ്രദേശങ്ങളിൽ ചിലപ്പോൾ ആരോഗ്യ മേഖലയിൽ വളരെ പുറകിലോട്ട് നിൽക്കുന്നൊരു പ്രദേശമായിരിക്കും. അപ്പോൾ ആ പ്രദേശത്തെ ഉയർത്തിക്കൊണ്ടുവരിക. ഇങ്ങനെ ജനങ്ങളുടെ എന്താണ് ഒരു സർക്കാർ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്തൊക്കെയാണ് എസെൻഷ്യലായിട്ട് വേണ്ടത്, അതറിയണമെങ്കിൽ സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ ഒരു സ്ഥിതി വിവര കണക്ക് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഉണ്ടാവണം. അത് ഉണ്ടാവുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പ്രോജക്റ്റുകൾ പ്രഖ്യാപിക്കപ്പെടുകയും ഇത്തരം വികസന പദ്ധതികൾ നടപ്പിലാക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നടപ്പിലാക്കേണ്ടത് ഒരു ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ്. ഇതൊരു ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തം കൂടിയാണ്. അപ്പോൾ ഇതിനെ എതിർക്കുക എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ പുരോഗതിയെ എതിർക്കുക എന്നുള്ളതാണ്, രാജ്യത്തിൻ്റെ എല്ലാ തലത്തിലുള്ള മുന്നോട്ട് പോക്കിനെയും എതിർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് എതിർക്കുന്നവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, രാജ്യം മുന്നോട്ടേക്ക് പോകാൻ പാടില്ല, രാജ്യത്തിൻ്റെ അവിഭാജ്യമായ ഘടകങ്ങൾ രാജ്യം ഉന്നതി പ്രാപിക്കാൻ പാടില്ല എന്നുള്ള വ്യക്തമായിട്ടുള്ളൊരു രാഷ്ട്രീയം മാത്രമാണ്. അല്ലാതെ അതിനെയൊന്നും സത്യത്തിൽ മറുപടി അർഹിക്കാത്ത വിമർശനങ്ങളാണ് ഈ എന്താ പറയുന്നത് മറ്റു പക്ഷങ്ങളിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്. അതിനെ അത്ര ഗൗരവത്തിലാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സെൻസസ് എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ഓരോ ചെറിയ ഇഷ്യൂവിനെയും അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കണക്കെടുപ്പാണ്. അത് 10 വർഷത്തിൽ ഒരിക്കലാണ് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ മണ്ഡല പുനർനിർണ്ണയമൊക്കെ ഇതിൻ്റെ കൂടെ പറയുമ്പോഴത്തേക്കും അതാണല്ലോ മെയിനായിട്ട് ഇവർ എതിർക്കുന്നതിൻ്റെ കാരണം. നമ്മൾ നോക്കും, ഒരു മണ്ഡലത്തിൽ ഇപ്പോഴത്തെ ഒരു ലോക്സഭാ മണ്ഡലം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മിനിമം 10 ലക്ഷം പേര് വേണം എന്നുള്ളതാണ് ലോക്സഭാ മണ്ഡലത്തിൻ്റെ, അല്ലെങ്കിൽ 10 ലക്ഷം പേരെയാണ് ഒരു മെമ്പർ സെർവ് ചെയ്യേണ്ടത്. പക്ഷേ ഇന്ന് നമ്മുടെ രാജ്യത്തെ പല ലോക്സഭാ മണ്ഡലങ്ങളുടെയും എണ്ണം ഏതാണ്ട് ഇതിൽ ഇരട്ടിയാണ്. അപ്പോൾ ജനങ്ങൾക്ക് കൃത്യമായ ഒരു ജനപ്രതിനിധിയുടേതായിട്ടുള്ള സേവനങ്ങൾ കിട്ടുന്നുണ്ടോ? ഒരു പദ്ധതി ഭവന നിർമ്മാണം, ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ഭവന നിർമ്മാണ പദ്ധതി പ്രഖ്യാപിക്കുന്നു, പക്ഷേ ഒരു വാർഡിലേക്ക് അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് പ്രഖ്യാപിക്കുന്നതിന് ഒരു പരിമിതിയുണ്ട്. ആ പരിമിതിയും അവിടുത്തെ ജനസംഖ്യയും തമ്മിൽ വലിയ അന്തരം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന പദ്ധതി അവിടെ കൃത്യമായിട്ട് പ്രായോഗികത്തിലെത്തില്ല. ഇങ്ങനെ ഒട്ടേറെ വിഷയങ്ങൾ, ഞാൻ ഇത് 1-2 കാര്യങ്ങൾ ഉദാഹരണം പറയാണ്, ഒട്ടേറെ വിഷയങ്ങളാണ്. പ്രതിപക്ഷ നേതാവ് പ്രധാനമായും ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പറയാം. അതായത് ദേശീയ സുരക്ഷയുടെ മറപിടിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രൂപീകരിച്ചിട്ടുള്ള ജനസംഖ്യാ വ്യതിയാന സമിതി രാജ്യത്തെ സെൻസസ് നടപടികളെ അട്ടിമറിക്കാനാണ് എന്നുള്ളതാണ്.
അല്ല അത് ഇപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് സഖാവ് പിണറായി വിജയനാണെന്നാണ്. അപ്പോൾ പിണറായി വിജയൻ രാജ്യസുരക്ഷയെക്കുറിച്ചൊക്കെ കൺസേൺ ആവുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണ്, അതിനെ ഞാൻ പോസിറ്റീവായിട്ട് കാണുന്നു. പക്ഷേ ഒരു കാര്യമുള്ളത്, രാജ്യസുരക്ഷ എന്ന് പറയുന്നത് കേവലമായ രാഷ്ട്രീയ പ്രവർത്തനമല്ല, കേവലമായ ഒരു രാഷ്ട്രീയ വിഷയം മാത്രമല്ല. രാജ്യസുരക്ഷ എന്ന് പറയുന്നത് ഞാനും നിങ്ങളും പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ പാർട്ടിയിലെ അംഗങ്ങളും ഒക്കെ ഉൾപ്പെടുന്നതാണ് രാഷ്ട്രം. അപ്പോൾ ആ രാഷ്ട്രത്തിന് സ്വാഭാവികമായിട്ടും രാഷ്ട്രത്തിന് ഗുണം ചെയ്യാത്തതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ സ്വതവേ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ഈ സെൻസസ് പ്രവർത്തനം എങ്ങനെയാണ് ഇത്തരത്തിൽ വ്യതിചലിക്കപ്പെടുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പറയുന്നതായിരിക്കും. പക്ഷേ ഇത് കൃത്യമായിട്ട് ഇപ്പോൾ സെൻസസ് പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് കൃത്യമായൊരു ലക്ഷ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഓരോ പ്രദേശത്തെയും നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഓരോ വിഭാഗങ്ങൾ, ഇപ്പോൾ മൈക്രോ മൈനോറിറ്റി എന്ന് പറയുന്ന വിഭാഗങ്ങൾ വരെ ഉണ്ടാകുന്ന ഈ സെൻസസിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ആ മൈക്രോ മൈനോറിറ്റിയുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരെ പരിഗണിക്കേണ്ട മേഖലകൾ, അവരെ ഉയർത്തിക്കൊണ്ടുവരേണ്ട മേഖലകളെക്കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു വിവരമുണ്ടാവണമെങ്കിൽ, ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടാവണമെങ്കിൽ അതിന് ഇത്തരം ഒരു കണക്കെടുപ്പ് അത്യന്താപേക്ഷിതമാണ്. അതിനെ രാഷ്ട്രീയ ദുഷ്ടലാക്കാണ്, ഞാൻ അതിനെ അങ്ങനെ തന്നെയാണ് കാണുന്നത്, രാഷ്ട്രീയ ദുഷ്ടലാക്കാണ്. ഇത്രയും കാലം സെൻസസ് നടന്നില്ല എന്നുള്ളതായിരുന്നു പരാതി, ഇപ്പോൾ സെൻസസ് എടുക്കുന്നത് ഒരു പരാതിയായി. ഇനി കുറച്ച് കഴിയുമ്പോൾ മതാടിസ്ഥാനത്തിലും ജാതി അടിസ്ഥാനത്തിലും ഒക്കെ സെൻസസ് നടത്തണമെന്ന ആവശ്യം ഉയർത്തിക്കൊണ്ടുവന്ന മേഖലകളിൽ നിന്നാണ് ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാണ്. അപ്പോൾ അവരുടെയൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടാണ്. ആ വൈരുദ്ധ്യത്തിനെ ഒന്നും എനിക്ക് തോന്നുന്നു ഒരു ഗവൺമെൻറ് മുഖവിലയ്ക്ക് പോലും എടുക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പോയിന്റ്. ജൂൺ 13 കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗം ജനസംഖ്യാ വ്യതിയാന സമിതിയുടെ പ്രവർത്തനം വിലയിരുത്തുകയുണ്ടായി. അപ്പോൾ ഇതിൽ RSS മേധാവി മോഹൻ ഭാഗവത് ഉൾപ്പെടെയുള്ളവരുടെ രാഷ്ട്രീയ പ്രസംഗങ്ങളുടെ ഉള്ളടക്കമാണ് ഈ സമിതിയുടെ പ്രവർത്തന വ്യവസ്ഥയായി നിശ്ചയിച്ചിട്ടുള്ളത് എന്നുള്ളൊരു ആരോപണം കൂടി. അത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ബാലിശമായിട്ടുള്ള ആരോപണമാണ്. കാരണം രാജ്യത്തിൻ്റെ അതിർത്തികളെക്കുറിച്ച് സംഘത്തിൻ്റെ ഒരു പ്രവർത്തനമുണ്ട്, സീമാ ജാഗരൺ മഞ്ച്. അവരാണ് രാജ്യത്തിൻ്റെ അതിർത്തികളിൽ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച്, അത് കേവലമായ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ അങ്ങനെയല്ല, അവരവിടെ പ്രവർത്തിക്കുന്ന ആളുകളാണ്, ആ മേഖലകളിൽ പ്രവർത്തിക്കുക. അപ്പോൾ അവിടുത്തെ ഡിഫിക്കൽട്ടീസ് എന്താണ്, അവിടെ എന്ത് ചെയ്താലാണ് ജനങ്ങളെ കൂടുതൽ പോസിറ്റീവായി നമ്മളെ കൂടെ നിർത്താൻ സാധിക്കുക, അവിടെ എതിരാളികൾ പയറ്റുന്ന പ്രവർത്തനം എന്താണ്, അതിനെ എങ്ങനെ നിഷ്പ്രഭമാക്കാം, ഇതിനെക്കുറിച്ചൊക്കെ ഈ സീമാ ജാഗരൺ മഞ്ച് പോലുള്ള RSSൻ്റെ തന്നെ വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആകെത്തുക കോർഡിനേഷൻ എടുത്തുകൊണ്ടാണ് ഒരു സർസംഘചാലക ചില വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്നത്. ഈ സർസംഘചാലക പറയുന്ന അഭിപ്രായങ്ങൾ സ്വാഭാവികമായി ദേശസുരക്ഷയ്ക്ക് നല്ലതാണെങ്കിൽ എന്തുകൊണ്ടാണ് അത് ഉൾക്കൊണ്ടുകൂടാത്തത്? ഇപ്പോൾ പിണറായി വിജയൻ രാജ്യത്തിന് പോസിറ്റീവായ ഒരു കാര്യം പറഞ്ഞാൽ CPM ആയതുകൊണ്ട് അത് എടുക്കാതിരിക്കണം എന്നുള്ള നിലപാട് ഞങ്ങൾക്കില്ല. പിണറായി വിജയനായാലും അത് കോൺഗ്രസിൻ്റെ നേതാവായാലും രാജ്യത്തിന് അനുകൂലമായി, രാഷ്ട്രത്തിൻ്റെ താല്പര്യങ്ങൾക്ക് അനുകൂലമായി പറഞ്ഞാൽ അതിനെ ഉൾക്കൊള്ളണം എന്നുള്ള രാഷ്ട്രീയമാണ് ഭാരതീയ ജനതാ പാർട്ടി. പക്ഷേ അവിടെ വർഷങ്ങളായി ഇപ്പം നിങ്ങൾ ഓരോ വിഷയങ്ങളും നിങ്ങൾ എടുത്തു നോക്കൂ. ഇപ്പം നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന മതം മാറ്റവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ലവ് ജിഹാദ്. ഒരു ലവ് ജിഹാദിനെക്കുറിച്ച് സഖാവ് VS അച്യുതാനന്ദൻ പറയുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് RSS എന്ന് പറയുന്ന പ്രസ്ഥാനം അത് പറഞ്ഞിരുന്നു. അന്ന് എല്ലാവരും ചേർന്ന് ഞങ്ങളെല്ലാവരും കൂടി വർഗീയത പറയുന്നു എന്ന് പറഞ്ഞു. പിൽക്കാലത്ത് ഇന്ന് നമ്മൾ 2026 നിൽക്കുമ്പോൾ അന്ന് RSS പറഞ്ഞതെല്ലാം ശരിയാണ് ഇന്ന് സ്റ്റേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ സ്വാഭാവികമായും RSSൻ്റെ ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ നമ്മുടെ പൂജനീയ സർസംഘചാലകൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഇത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുടെ അവിടുത്തെ ജനങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് കേൾക്കുന്നതാണ്. ആ വിഷയം അവർ പറഞ്ഞിട്ടുണ്ട്. അത് ഉൾക്കൊള്ളുന്നതിൽ എന്താണ് തെറ്റ്? ഞാൻ പറയുന്നത് രാജ്യസുരക്ഷയ്ക്ക് ഗുണം ചെയ്യുന്ന നിലപാട് ആരെടുത്താലും അവരെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് നല്ല പൊളിറ്റിക്സ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ പിണറായി വിജയൻ എതിരുണ്ടെങ്കിൽ പിണറായി വിജയൻ ആ പൊളിറ്റിക്സിന് വരണ്ട.